2 ദിവസം മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കാണുമ്പോണ്ടല്ലോ എനിക്ക് അങ്ങോട്ട് ദേഷ്യം സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം ഇത്തരം അനുഭവങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നേരിടാത്ത പെൺകുട്ടികൾ കുറവാണല്ലേ. നമുക്ക് പലപ്പോഴും ചെറിയ പ്രായത്തിൽ ഇതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയില്ല. പലപ്പോഴും ഇതെല്ലാം സഹിച്ച് മിണ്ടാതിരിക്കുന്നവരാണ് കൂടുതൽ പേരും. എന്നാൽ കുറച്ചൊക്കെ പ്രായമാകുമ്പോൾ നമുക്ക് ഇതിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു ശക്തി ഉണ്ടാവും, ധൈര്യമുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കോ നമ്മുടെ സഹോദരികൾക്കോ അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്കോ ഒക്കെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രതികരിച്ചു തുടങ്ങും. പക്ഷേ നമ്മുടെ ചെറിയ പെൺകുട്ടികൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവയെ പ്രതികരിക്കാനുള്ള അവയ്ക്കെതിരെ പ്രതികരിക്കാനുള്ള ശേഷി നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ഇവിടെ ഈ ഒരു കേസിൽ ഈ പെൺകുട്ടി ചെയ്തിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു രീതി തന്നെയാണ്. കാരണം ഇയാൾക്ക് സ്പോട്ടിൽ എന്തെങ്കിലും ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നതിനേക്കാളും ഇയാൾ ഇപ്പോൾ നാറിയിട്ടുണ്ട് ഇങ്ങനൊരു വീഡിയോ എടുത്ത് പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്തപ്പോൾ. ഈ വീഡിയോ എടുക്കുന്ന കാര്യമൊന്നും ഇയാൾക്ക് അറിയുന്നുണ്ടാവില്ല അല്ലേ. അപ്പോൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇയാള് ഈ ഒരു കാര്യം കാണാൻ ഇടയാകുന്നു. ഒരു പക്ഷെ ഇയാളിത് കാണുന്നേക്കാളും മുമ്പ് നാട്ടുകാരെല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതിനേക്കാളും വലിയൊരു പണി ഇയാൾക്ക് ഈ ജീവിതത്തിൽ കിട്ടാനില്ലേ. ഈ വയസ്സാം കാലത്ത് ഇയാൾക്ക് വേറൊരു പണിയില്ല അല്ലേ. അയാളുടെ ആറ്റിറ്റ്യൂഡൊക്കെ ഒന്ന് നോക്കിക്കേ. എന്താ കൈമ ഒരു വാച്ച്, മോതിരം, നീല പുള്ളിയുള്ള ഷർട്ട്, ആ മൊട്ടത്തല, മുഖത്ത് മാസ്ക്, കണ്ണട, എന്തോ ഒരു മാന്യൻ അല്ലേ കണ്ടിട്ടുണ്ടെങ്കിൽ. ഇതിനേക്കാളും നല്ലൊരു മാന്യൻ ഇനിയില്ല. അപ്പൊ ഈ മാന്യതയുടെ മുഖമൂടി ഇട്ട് നടക്കുന്ന ആൾക്കാരുടെ യഥാർത്ഥ സ്വരൂപം ഇപ്പൊ കണ്ടില്ലേ. എവിടെ പെൺകുട്ടികൾ തനിച്ചാകുന്നോ, പെണ്ണുങ്ങൾ തനിച്ചാകുന്നോ, അപ്പോ ഈ ഇതുപോലുള്ള വൃത്തികെട്ട ചിന്താഗതിയുള്ള ആളുകളുടെ മനസ്സിലുള്ള ആ ഒരു സ്വഭാവം പുറത്തേക്ക് വരികയാണ്. എന്തോ ഒരു കഷ്ടമാണല്ലേ. ഇവരൊക്കെ എങ്ങനെ സഹിക്കും? ഇവരെ വീട്ടിൽ കുട്ടികളോ അല്ലെങ്കിൽ മറ്റു സ്ത്രീകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ എത്രമാത്രം പീഡനങ്ങൾ സഹിക്കുന്നുണ്ടാവും അല്ലേ. എന്തോ ഒരു വൃത്തികെട്ട പരിപാടിയാണ്. ഈ വീഡിയോ വീണ്ടും വീണ്ടും കാണുമ്പോൾ ഉണ്ടല്ലോ തലയ്ക്ക് ഇയാളുടെ പെട്ടത്തലേമ രണ്ടു കൊടുക്കാനാ തോന്നണത്. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഒരു സ്ത്രീകളായതുകൊണ്ട് തന്നെ, ഒരു അമ്മയായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് അങ്ങോട്ട് കലിച്ച് കയറുകയാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം സ്ത്രീകൾക്കും ഇതേ ഒരു അഭിപ്രായം തന്നെയായിരിക്കും അല്ലേ. ഒരിക്കലെങ്കിലും ഇത്തരത്തിലുള്ള ഒരു സന്ദർഭം അനുഭവിക്കാത്ത സ്ത്രീകൾ കുറവായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ അതിനോട് നമ്മൾ പ്രതികരിക്കുന്ന രീതി വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മുടെ കുട്ടികളെ, നമ്മുടെ പെൺകുട്ടികളെ നമുക്ക് എങ്ങനെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ നേരിടാൻ പ്രാപ്തിയാക്കാം എന്നുള്ള 1-2 കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ പെൺകുട്ടികൾ തനിച്ച് എവിടേക്കെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ പരിസരമൊക്കെ ഒന്ന് നിരീക്ഷിക്കുക, കൃത്യമായി നോക്കുക. ഇനി ആരെങ്കിലും അനാവശ്യമായി തങ്ങളോട് പെരുമാറാൻ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉറക്കെ ശബ്ദിക്കുക, ഉറക്കെ അതിനെതിരെ പ്രതികരിക്കുക, ചുറ്റുമുള്ള ആളുകളോട് പറയുക തെറ്റാണ് ചെയ്തതെങ്കിൽ ഇത് തെറ്റാണ്, ഇതെന്നോട് ചെയ്യരുതെന്ന് ഉറക്കെ പറയുക. ഒരു പക്ഷെ നമുക്ക് ആരും നമ്മളെ സപ്പോർട്ട് ചെയ്തെന്ന് വരില്ല, എങ്കിൽ പോലും നമ്മൾ അതിനെ തടയാൻ ശ്രമിക്കുക. നമ്മൾ ഭയമില്ലാതെ ചങ്കൂറ്റത്തോടു കൂടി നേരിടാൻ ശ്രമിക്കുക. പലപ്പോഴും പല പെൺകുട്ടികൾക്കും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ വിറച്ചു പോകും. അതിപ്പോൾ ഞാനായാലും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമ്മളൊരു ധൈര്യത്തിന്റെ മുഖംമൂടി എടുത്ത് അണിയുക, ധൈര്യമായിരിക്കുക, അവരുടെ കണ്ണിലേക്ക് നോക്കി ആ ഒരു ശക്തമായ രീതിയിൽ നമ്മൾ എതിർക്കുന്നു എന്ന രീതിയിൽ അവരെ നോക്കുക. ഇത് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ എതിർക്കാനുള്ള ഏറ്റവും നല്ല പോംവഴി എന്ന് പറയുന്നത്. പിന്നെ ഇത് കൂടാതെ നമുക്ക് പെപ്പർ സ്പ്രേ, അതുപോലെ തന്നെ മുട്ടുസൂചി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ കരുതുക. അപ്പൊ ഇതിനു മുമ്പ് നമുക്ക് ഒരു പ്രൂഫ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇവിടെ ഈ പെൺകുട്ടികൾ ചെയ്തതുപോലെ നമ്മൾ വീഡിയോ റെക്കോർഡാക്കി വെക്കുക, വീഡിയോ റെക്കോർഡ് ചെയ്ത് വെക്കുക. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണല്ലേ. അപ്പോൾ നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും ഒരു പ്രൂഫ് എന്ന നിലയ്ക്കും നമ്മൾ വീഡിയോ എടുത്ത് വെക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടുള്ള ആയോധന കലകൾ പെൺകുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ശീലിപ്പിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം നമ്മുടെ പെൺകുട്ടികളോ അല്ലെങ്കിൽ നമ്മളോ എവിടെയും സുരക്ഷിതരല്ല എന്നുള്ളതാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊന്ന് നോക്കിക്കേ, ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടാണ് അല്ലേ. പല ആളുകളുമുണ്ട് ആ ബസ്സിൽ, ഡ്രൈവർ ഉണ്ട്, കണ്ടക്ടർ ഉണ്ട്, മറ്റ് സഹയാത്രികരുണ്ട്. എങ്കിൽ പോലും ഇവരെ ഒന്നും ഭയക്കാതെയാണ് ഈ തന്തക്കിളവൻ ഈ കാണിച്ചിരിക്കുന്നത്. ഇയാൾക്ക് എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഇങ്ങനെ കാണിക്കുന്നത്? എന്താ ഇയാൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നത്? അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇയാൾക്ക് വീട്ടിൽ ഭാര്യയും കുട്ടികളൊന്നും ഇല്ലേ? ഉണ്ടെങ്കിൽ അവരുടെ കാര്യം ആലോചിക്കാൻ കൂടി വയ്യ. എങ്ങനെയാണ് ഇയാളെയൊക്കെ വിശ്വസിച്ച് ആ വീട്ടിൽ കുട്ടികളെയൊക്കെ വളർത്തുക? എന്ത് തന്നെയായാലും ഇയാൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ശിക്ഷ തന്നെയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഇനി ഈ ഒരു കേസിന് പൊതു താല്പര്യാർത്ഥം കേസ് എടുക്കാവുന്നതാണ്.
ഇതിന് പുറകെ നടന്ന് കേസിന്റെ പുറകെ നടന്ന് സമയം ചെലവഴിക്കാനായിട്ട് ഈ വീഡിയോ ചെയ്ത പെൺകുട്ടിക്ക് സാധിക്കില്ല എന്നാണ് അവരുടെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നത്. ഒരു പക്ഷേ ശരി തന്നെയാണ്. ഒരു പക്ഷേ ഇയാളെ പ്രായത്തെ പരിഗണിച്ചും അതുപോലെ തന്നെ കയ്യിൽ കാശുണ്ടെങ്കിലും സുഖമായിട്ട് ഒരു പക്ഷെ ഊരി പോന്നേക്കാം. എങ്കിൽ പോലും വനിതാ കമ്മീഷനൊക്കെ സ്വന്തം നിലയിൽ കേസെടുക്കാവുന്നതാണ് ഇങ്ങനൊരു കാര്യത്തിന്. വിത്ത് പ്രൂഫ് അടക്കമാണ് ഉള്ളത്. കാരണം ഇത്തരം ഞരമ്പ രോഗികൾക്ക് ഇതൊരു താക്കീതാവണം. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് കേസ് എടുക്കാൻ പറയുന്നത്. IPC 354 പ്രകാരം 509 പ്രകാരം ഒക്കെ കേസ് എടുക്കാവുന്നതാണ്. എങ്കിൽ മാത്രമാണ്, തക്കതായ ശിക്ഷ കിട്ടിയെങ്കിൽ മാത്രമാണ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു അറുതി ഉണ്ടാവുള്ളൂ. പെൺകുട്ടികൾക്ക് സുരക്ഷിതമായി പൊതു ഇടങ്ങളിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. നമുക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? ഇവന്മാരെയൊക്കെ പേടിച്ച് എങ്ങനെയാണ്? അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ വയസ്സന്മാരെ പോലും നമുക്ക് എന്താ പറയുക, വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ചെറുപ്പക്കാര് അവരൊരു പക്ഷെ ചെയ്തേക്കാം. ട്രെയിനിലൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ട്രെയിനിലായാലും നടക്കുന്നുണ്ട്. ഒരു പക്ഷെ ബസ്സിനേക്കാളും അധികമായിട്ട് ട്രെയിനിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ശക്തമായ നിരീക്ഷണം നടത്തി, അതായത് CCTV ക്യാമറകളൊക്കെ പൊതുയിടങ്ങളിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ പലരും ഇത്തരം കാര്യങ്ങളിലേക്ക് ചെയ്യാനായിട്ട് അവരൊന്ന് ഭയക്കും. അത്തരം കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഇവരോടൊക്കെ എതിർത്ത് നിൽക്കുക എന്നുള്ളത് ഒരു പക്ഷേ എല്ലാ പെൺകുട്ടികൾക്കും ഒരുപോലെ സാധിച്ചു എന്ന് വരില്ല. അപ്പൊ സുരക്ഷിതമായി സ്വന്തം രാജ്യത്ത് അല്ലെങ്കിൽ സ്വന്തം തൊഴിലിടത്ത് അല്ലെങ്കിൽ സ്കൂളുകളിൽ എവിടെ പോകാനാണെങ്കിലും സ്ത്രീകൾ ഭയപ്പെടേണ്ട ഈ ഒരു കാലത്ത് സ്ത്രീകൾക്ക് സപ്പോർട്ടായി നിൽക്കേണ്ടത് ഭരണകൂടത്തിന്റെ കൂടി ഒരു കടമയാണ്. അപ്പൊ അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക്